3 കളറുകളിൽ പുട്ടുണ്ടാക്കിയാലോ? ബാ. ആദ്യം പുട്ടിനുള്ള പൊടി നനച്ച് വെക്കാം. ഇനി പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി കഴിയുമ്പോൾ 3-4 വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള വഴറ്റി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി വഴറ്റിയിട്ട് ഈ മസാലയിൽ നിന്ന് 1/2 ഭാഗം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാനിൽ ശേഷിച്ച മസാലയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ബീൻസിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. പുട്ടുപൊടിയിൽ ഉപ്പ് ചേർത്ത കാര്യം മറക്കണ്ട. നന്നായി വഴറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് പകുതിയിട്ട് പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് കൂടി ചേർത്ത് വഴറ്റുക. ആദ്യത്തേതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പകർത്തുക. ഇനി പാനിലേക്ക് ബാക്കിയുള്ള മസാല മൊത്തം ചേർത്ത് വഴറ്റിയിട്ട് പൊടിയായി അരിഞ്ഞ ബീറ്റ്റൂട്ട് ചേർത്ത് വഴറ്റാം. ആദ്യത്തേതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റി ഇതും ഒരു പാത്രത്തിലേക്ക് പകർത്തി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നനച്ച പുട്ടുപൊടി 3 ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗത്തിലേക്ക് നമുക്ക് ബീൻസ് മിക്സ് ചേർത്ത് നന്നായി ഇളക്കിയിട്ട് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം ഒരല്പം തേങ്ങ ഇട്ടിട്ട് ഈ കൂട്ട് ചേർത്ത് മുകളിലും കുറച്ച് തേങ്ങ വെച്ചിട്ട് നമുക്ക് പുട്ടുകുറ്റി അടയ്ക്കാം. ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രഷർ കുക്കറിലാണ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ പുട്ട് ഇതാ റെഡിയായി. ഇനി എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് പകുതി എടുത്ത് അതിലേക്ക് ക്യാരറ്റ് മിക്സ് ചേർത്ത് നന്നായി ഇളക്കി പുട്ടുകുറ്റിയിലേക്ക് അല്പം തേങ്ങ ഇട്ടിട്ട് നമ്മുടെ ക്യാരറ്റ് മിക്സ് ചെയ്ത പുട്ടുപൊടി നിറയ്ക്കുക. മീതെ കുറച്ച് തേങ്ങ വയ്ക്കുക, അടയ്ക്കുക, വേവിക്കുക. ഇതാ രണ്ടാമത്തെ പുട്ടും റെഡി. ഇതേപോലെ തന്നെ ഇനി ബാക്കിയിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ബീട്രൂട്ട് മിക്സ് ചേർത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതാ നമ്മുടെ ബീട്രൂട്ട് പുട്ടും റെഡി ആയിട്ടുണ്ട്. സംഗതി കിടു ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ട്രൈ ചെയ്യുമല്ലോ. താങ്ക് യു ഡിയേഴ്സ്.